സാറേ നമസ്കാരം. ഈ കേട്ട മാത്രയിൽ ഒരുപാട് കൗതുകങ്ങൾ ഒരുമിച്ച് വിരിഞ്ഞു വന്ന ഒരു വാർത്തയുടെ വിശദാംശങ്ങൾ, അത് വളരെ സൂക്ഷ്മമായിട്ട് വാർത്തകളെ ഇങ്ങനെ സാഗൂതം ഒപ്പിയെടുക്കുന്ന ഒരു ജേർണലിസ്റ്റ് എന്ന നിലയിൽ അങ്ങോട്ട് ചോദിക്കുകയാണ്. ഒന്ന്, സൗദി അറേബ്യയിൽ ഇന്ത്യൻ സിനിമയെക്കുറിച്ചുള്ള വലിയൊരു പനോരമ പോലെ വലിയൊരു ഫെസ്റ്റിവൽ, ഗ്ലോബൽ എൻ്റർടൈൻമെൻറ്റ് കോൺഫറൻസ്. അതിൽ ഇന്ത്യൻ സിനിമയിലെ എല്ലാ അധികാരിമാരും പങ്കെടുക്കുന്നു. മുഴുവൻ ഖാന്മാരും 3 ഖാന്മാരും ഒരുപോലെ പങ്കെടുത്ത വളരെ ഗംഭീരമായ സൗദി അറേബ്യയിലാണ് നടക്കുന്നത് എന്നുള്ളതാണ് കാലം. സമീപകാലം വരെ ഞാനുണ്ടായിരുന്ന 2013 വരെ ഒരു സിനിമ പോലും അവിടെ നിന്ന് കാണാനുള്ള യോഗം ഉണ്ടായിട്ടില്ല. സിനിമ കാണണമെങ്കിൽ നമ്മൾ ബഹ്റൈൻ പാലം കടന്നു പോകണമായിരുന്നു അന്നൊക്കെ. അപ്പോൾ സിനിമ കാണാൻ യോഗമില്ലാത്ത ഒരു തലമുറയുടെ മുമ്പിലാണ് സിനിമയെക്കുറിച്ചുള്ള വലിയ ഫെസ്റ്റിവൽ അവിടെ നടക്കുന്നത്, അതും ഇന്ത്യൻ സിനിമയെക്കുറിച്ച് ഒക്കെ ഉള്ള. അത് തീർച്ചയായിട്ടും നമുക്ക് മനോഹരമായ വലിയ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു വാർത്തയാണ്. രണ്ടാമത്തെ കാര്യം, അവിടെ സൽമാൻ ഖാൻ നടത്തിയൊരു പ്രസംഗം ഏതാണ്ട് വലിയ തോതിൽ വിവാദമായിരിക്കുകയാണ്. ഈ മുസ്ലിം രാജ്യങ്ങൾക്കിടയിൽ ഇപ്പോൾ വലിയ ചർച്ച ഈ പാകിസ്ഥാനകത്തെ വിഘടനവാദമാണ്. അപ്പോൾ അദ്ദേഹം ലോകരാജ്യങ്ങളെ എണ്ണി പറഞ്ഞ കൂട്ടത്തിൽ ബലൂചിസ്ഥാനെ വേറൊരു രാജ്യമായി എണ്ണി പറഞ്ഞു എന്നാണ് ആ വാർത്തയിൽ കാണുന്നത്. സാർ അതിൻ്റെ ഒന്ന് ഡീറ്റെയിൽസ് പറയൂ സാർ. അതായത് സൗദി അറേബ്യയിൽ നടന്ന ജോയ് ഫോറം 2025, ജോയ് ഫോറം എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ അത് ഒക്ടോബർ 16, 17 തീയതികളിലായിരുന്നു ഈ മാസം റിയാദിൽ വെച്ചിട്ടാണ് ഇത് നടന്നത്. രാജ്യാന്തര എന്റർടൈൻമെന്റ് കോൺഫറൻസ് ആണ് ഈ ജോയ് ഫോറം 2025 എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ മൂന്ന് ഖാന്മാരും പങ്കെടുത്തിരുന്നു. സൽമാൻ ഖാൻ, ഷാറൂഖ് ഖാൻ, ആമിർ ഖാൻ, അവരെല്ലാവരും പങ്കെടുത്തിരുന്നു. അപ്പോൾ അതിൽ ഈ എൻ്റർടൈൻമെൻറ്റ് കോൺഫറൻസിൽ ഈ മിഡിൽ ഈസ്റ്റിൽ, ഗൾഫിൽ ഹിന്ദി സിനിമയ്ക്ക് വലിയ പ്രിയമാണ് എന്നുള്ളത് കൊണ്ട് ഗ്ലോബൽ അപ്പീൽ ഓഫ് ഇന്ത്യൻ സിനിമ എന്ന് പറഞ്ഞൊരു പാനൽ ചർച്ച ഉണ്ടായിരുന്നു. അതായത് ഇന്ത്യൻ സിനിമയുടെ ആഗോള ആകർഷണം എന്നൊക്കെ പറയാവുന്ന തരത്തിലൊരു പാനൽ ഡിസ്കഷൻ. അതിൽ സൽമാൻ ഖാൻ പറഞ്ഞ 3-4 കാര്യങ്ങൾ പറയാം. അദ്ദേഹത്തിൻ്റെ വാചകങ്ങളാണ്. ഇപ്പോൾ ഹിന്ദി സിനിമ എടുത്തിട്ട് സൗദിയിൽ നമുക്ക് റിലീസ് ചെയ്യാം. റിലീസ് ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ സൂപ്പർ ഹിറ്റാണ്. ഇത് എവിടെ നിന്നുള്ള സിനിമ ആയാലും, തമിഴ്, തെലുങ്ക്, മലയാളം സിനിമ ആയാലും 100 കോടിയിലേറെ ഇവിടെ നിന്ന് കളക്ട് ചെയ്യുന്നുണ്ട്. വേറെ രാജ്യങ്ങളിൽ നിന്നുള്ളവർ ഇവിടെ വന്ന് ജോലി ചെയ്ത് താമസിക്കുന്നതാണ് അതിന് കാരണം. ബലൂചിസ്ഥാനിൽ നിന്നുള്ളവർ ഇവിടെയുണ്ട്, അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ളവർ ഇവിടെയുണ്ട്, പാകിസ്ഥാനിൽ നിന്നുള്ളവർ ഇവിടെയുണ്ട്. ഇതാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് മറ്റേ ബലൂചിസ്ഥാനിൽ നിന്നുള്ളവർ ഇവിടെ ഉണ്ട്, പാകിസ്ഥാനിൽ നിന്നുള്ളവർ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞതാണ്. പാകിസ്ഥാനെയും ബലൂചിസ്ഥാനെയും അദ്ദേഹം വേർതിരിച്ച് 2 രാജ്യങ്ങളായി പറഞ്ഞു എന്നുള്ളതാണ് ഇപ്പോൾ വലിയ ചർച്ചയായിരിക്കുന്നത്. പാകിസ്ഥാനിലും ഇന്ത്യയിലും മുസ്ലിം രാജ്യങ്ങളിലും ഒക്കെ പാകിസ്ഥാനിൽ നിന്നുള്ളവർ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ മതിയല്ലോ, ബലൂചിസ്ഥാനും അതിൽ ഉൾപ്പെടുമല്ലോ. പക്ഷേ ബലൂചിസ്ഥാനിൽ നടക്കുന്ന സ്വാതന്ത്ര്യ സമരത്തിന്, അല്ലെങ്കിൽ ബലൂചിസ്ഥാൻ പാകിസ്ഥാനിൽ നിന്നുള്ള സ്വതന്ത്രമായ ഒരു എൻറ്റിറ്റിയാണ്, രാജ്യമാണ് എന്നുള്ള കാഴ്ചപ്പാടാണ് സൽമാൻ ഖാൻ അവിടെ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഒരു ഇന്ത്യൻ ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ ഇപ്പോൾ പാകിസ്ഥാനിൽ നടത്തേണ്ട ഒരു കൈകടത്തൽ കൃത്യമായി സൽമാൻ ഖാൻ പറഞ്ഞു എന്ന് വേണം കരുതാൻ, അല്ലേ? ഓക്കെ, അതിൽ എനിക്ക് തോന്നുന്നു അതിലൊരു പൊളിറ്റിക്സ് ഉണ്ട്. ഈ സമയത്ത് കിഴക്കൻ പാകിസ്ഥാനും പടിഞ്ഞാറൻ പാകിസ്ഥാനും 1971 തമ്മിൽ അടിച്ചപ്പോൾ നമ്മളെന്താ ചെയ്തത്? നമ്മൾ കിഴക്കൻ പാകിസ്ഥാൻ്റെ കൂടെ നിൽക്കുകയും അവരുടെ വിമോചന സമരത്തിന് ശക്തി പകരുകയും ചെയ്തു. ഇനി ഈ പാകിസ്ഥാൻ എന്താ? സാറ് വിചാരിക്കുന്നുണ്ടോ ഈ പാകിസ്ഥാൻ നമ്മൾ നോക്കി നിൽക്കേ ഈ പാകിസ്ഥാൻ ഇങ്ങനെ നിൽക്കുന്നു? എത്ര കാലം നിൽക്കും? അവിടെ ബലൂചിസ്ഥാനികൾ വിഘടനവാദികളാണ്. പഷ്തൂണിസ്ഥാൻ്റെ പോരാട്ടം നടക്കുന്നുണ്ട്. സാക്ഷാൽ കാശ്മീർ അതിൻ്റെ പോരാട്ടം നടക്കുന്നുണ്ട്. സിന്ധികൾക്ക് അവരുടേതായ ഐഡൻറ്റിറ്റിക്ക് വേണ്ടി, പാകിസ്ഥാൻ പഞ്ചാബ് അതിൻ്റേതായ ഐഡൻറ്റിറ്റിക്ക് വേണ്ടിയൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് പാകിസ്ഥാൻ ഭൂപടത്തിൽ ഇല്ലാത്തൊരു കാലം വരും. അതിൻ്റെ ആദ്യത്തേതല്ല, അല്ലെങ്കിൽ ഏറ്റവും രൂക്ഷമായ പോരാട്ടമാണ് ഇപ്പോൾ ബലൂചിസ്ഥാനിൽ നടക്കുന്നത്. അപ്പോൾ ഇന്ത്യയുടെ അഭിമാനമായൊരു താരം
ഇന്ത്യയുടെ പക്ഷത്ത് വേണ്ടി നിന്ന് ഒരുപക്ഷെ ഭരണകൂടത്തിന് നേർക്കുനേരെ പറയാൻ പറ്റാത്ത ആർട്ടിസ്റ്റുകൾക്ക് പറയാൻ പറ്റുന്നതാണല്ലോ. കലാകാരന്മാർ കുറച്ച് മുമ്പേ പറയും, ഗവൺമെൻറ് പിന്നീടാണ് പറയുക. ആ പറയേണ്ടത് പറഞ്ഞിരിക്കുന്നു. ബലൂജികളെ, നിങ്ങൾ വേറിട്ട് നിൽക്കുക, നിങ്ങൾ പാകിസ്ഥാനി അല്ല എന്നാണ് ഇതിനർത്ഥം. പിന്നെ പാകിസ്ഥാന് പറയാവുന്നത് അയാൾക്കൊരു അബദ്ധം പറ്റിയതാണ്, സ്ലിപ്പ് ഓഫ് ദ ടങ് ആണെന്നൊക്കെ പറയാം. എന്നാലും അതിൻ്റെ അകത്തുള്ളൊരു രാഷ്ട്രീയം കാണാതിരുന്നുകൂടാ. ഒരിക്കലും അത് അങ്ങനത്തെ സ്ലിപ്പൊന്നും അങ്ങനെ പറ്റില്ല. സ്ലിപ്പല്ല, ഒരിക്കലും അല്ല. കാരണം അദ്ദേഹത്തിന് നല്ല ധാരണയുള്ളത് കൊണ്ടാണല്ലോ അദ്ദേഹം ബലൂചിസ്ഥാന് വേറിട്ട് പറയുന്നത്. വേറൊരു രാജ്യത്തിന്റെ വേറൊരു സ്ഥലത്തിന്റെ പേരല്ലല്ലോ പറഞ്ഞത്. അല്ലല്ല, അങ്ങനെ ആരും എത്രയോ കാലമായിട്ട് ഇപ്പോൾ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്നല്ലാതെ ബലൂചിസ്ഥാൻ എന്നൊരു രാജ്യമില്ല എന്ന് എല്ലാവർക്കും അറിയാം. സൽമാൻ ഖാൻ എല്ലാവർക്കും അറിയാലോ. ഇപ്പോൾ പറഞ്ഞ സമയത്ത് നല്ല സമയത്താണ്, ടൈംലി ആയിട്ടുള്ള ഒരു ബീറ്റാണ്, ഭീകരമായ ഇടിയാണത്. അത് കറക്റ്റാണ്. പാകിസ്ഥാൻ ആ ബോധ്യം വന്നാൽ നല്ലതാണ്. മാത്രമല്ല ഈ സമയത്ത് അത് ഇന്ത്യ നടത്തേണ്ട ഒരു ഇടപെടലാണ്, മാത്രമല്ല ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ബലൂജി മൂവ്മെന്റിന്റെ പിന്നിൽ അഫ്ഗാനിസ്ഥാനും ഉണ്ട്. ഇപ്പോൾ അഫ്ഗാനിസ്ഥാനും ഇന്ത്യയും ചേർന്നിട്ട് ബലൂജികൾക്ക് ഒരു ചെറിയ പുഷ് കൊടുത്തു. TTPക്ക് വലിയ പിന്തുണ അഫ്ഗാനിസ്ഥാൻ കൊടുക്കുന്നുണ്ട്, തെഹ്രീക്ക് താലിബാന്. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പാകിസ്ഥാനിലെ ജനസംഖ്യയുടെ 44%, അതായത് ഭൂവിഭാഗത്തിൻ്റെ 44% ഈ ബലൂചിസ്ഥാനിലാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ഭൂപ്രദേശം ബലൂചിസ്ഥാൻ വിട്ട് പോവുകയാണെങ്കിൽ പാകിസ്ഥാൻ്റെ പകുതിയാണ് പോകുന്നത്, പിന്നെ പകുതിയേ ഉള്ളൂ പാകിസ്ഥാൻ. അതിൽ നിന്നാണ് പിന്നെ ഖൈബർ പഖ്തൂൺഖ്വയും POK ഒക്കെ പോകേണ്ടത്. പിന്നെ അവസാനം ഒരു തുള്ളി നിലയിലൊക്കെ പാകിസ്ഥാൻ ഉണ്ടാവുള്ളൂ. അവിടെയാണെങ്കിൽ ഈ പ്രകൃതി വിഭവങ്ങൾ ധാരാളം ഉണ്ട്. ഗ്യാസ്, ചെമ്പ്, സ്വർണം. ബലൂചിസ്ഥാൻ ഇതിൻ്റെ ഒരു കലവറയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ അവിടെ ഒരു കനേഡിയൻ കമ്പനി വന്നിട്ട് അവിടെ വലിയൊരു കോപ്പർ ഖനിയിൽ പണി നടത്തുന്നുണ്ട്. അപ്പോൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഇപ്പോൾ ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കൊക്കെ മുമ്പോട്ട് വന്നിട്ടുണ്ട്. മറ്റ് രാജ്യങ്ങൾ, ജർമ്മനി, ജപ്പാൻ, സൗദിയോട് നിക്ഷേപിക്കാൻ പറഞ്ഞപ്പോൾ സൗദി അതിൽ നിന്ന് പിൻവാങ്ങി. ഞങ്ങളില്ല എന്ന് പറഞ്ഞു. കാരണം എന്താണെന്ന് വെച്ചാൽ സൗദിക്ക് അവിടെ പൊള്ളിയിട്ടുണ്ട്. നേരത്തെ ആരാംകോയും ഷെല്ലും ഒക്കെ അവിടെ ഈ എണ്ണ ഖനനത്തിന് പോയിട്ട് ബലൂജി പോരാളികൾ സമ്മതിക്കില്ലല്ലോ. കാരണം ബലൂചിസ്ഥാനിൽ ഇത്രയും സംഗതികളൊക്കെ ഉണ്ടായിട്ടും ബലൂജിയിൽ നിന്നിത് ചൂഷണം ചെയ്തിട്ട് ഈ ഗ്യാസും അത്തരം കാര്യങ്ങളൊക്കെ ചൂഷണം ചെയ്തിട്ട് പാകിസ്ഥാൻ സിന്ധിലേക്കോ ഒക്കെ കൊടുക്കുന്നു എന്നല്ലാതെ, പഞ്ചാബിലേക്കോ ഒക്കെ കൊടുക്കുന്നു എന്നല്ലാതെ ബലൂചിസ്ഥാനിൽ എന്തെങ്കിലും ഗുണമുണ്ട് എന്നുള്ളത് അവർ കരുതുന്നില്ല. ഇത് മാത്രമല്ല, അവിടെ സുയി എന്ന് പറഞ്ഞൊരു എണ്ണപ്പാടം, അത് 1950 മുതൽ പാകിസ്ഥാന് ഊർജം ബലൂചിസ്ഥാനാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സുയി എണ്ണപ്പാടത്ത് നിന്നാണ്. പക്ഷേ ഇവർക്ക് അതിൻ്റേതായ ഒരു ഗുണവും അതുകൊണ്ട് കിട്ടുന്നില്ല എന്നുള്ളത് കൊണ്ട് ഇപ്പോൾ ഈ പ്രകൃതി വിഭവങ്ങൾ ധാരാളം ഉണ്ട് എന്നുള്ളത് കൊണ്ട് ട്രംപിന് അതിലൊരു കണ്ണുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് മുനീറിനെയൊക്കെ ക്ഷണിച്ചു ഭക്ഷണമൊക്കെ കൊടുക്കുന്ന. അടുത്ത കാലത്തൊരു ചിത്രം വന്നിരുന്നല്ലോ, അസീം മുനീറും ഷഹബാസ് ഷെറീഫും കൂടി അവിടെ ട്രംപിൻ്റെ കൂടെ മുറിയിൽ നിൽക്കുന്നു. ആ സമയത്തൊരു പെട്ടി ഇങ്ങനെ അസീം മുനീർ കാണിക്കുന്നു. എന്ന് പറഞ്ഞാൽ അത് ഈ അപൂർവ ധാതുക്കൾ ഇത് ഞങ്ങളുടെ കയ്യിലുണ്ട്, അങ്ങേക്ക് എന്താ വേണ്ടത് എന്ന് ചോദിക്കുന്ന പോലത്തെ ഒരു ചിത്രം ആയിരുന്നു. അത് വളരെ വൈറലായ ഒരു ചിത്രമായിരുന്നു. അപ്പോൾ അതൊക്കെ വിറ്റ് കാശ് മേടിച്ച് തിന്ന് ജീവിക്കേണ്ട ഒരു അവസ്ഥയിലാണ്. കാരണം IMFൻ്റെ നിക്ഷേപത്തിലാണ്, മറ്റേ വായ്പയിലാണ് നിൽക്കുന്നത്. ഇത് നേരത്തെ ഈ കലാത്ത്, ഈ ബലൂചിസ്ഥാൻ്റെ പേര് നേരത്തെ കലാത്ത് എന്നായിരുന്നു. നമ്മൾ സ്വതന്ത്രമാകുമ്പോൾ അവർ കുറച്ച് നമ്മൾ ഈ ഡീത്രോണ്ട് എന്ന് പറഞ്ഞ അടുത്ത കാലത്തൊരു പുസ്തകം ഞാൻ വായിച്ചിരുന്നു. നമ്മുടെ നാട്ടുരാജ്യങ്ങളൊക്കെ VP മേനോൻ്റെയും പട്ടേലിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ കലാത്ത് എന്നായിരുന്നു പേര്. ബലൂചിസ്ഥാന്റെ കലാത്ത് എന്ന് പറഞ്ഞ നാട്ടുരാജ്യമായിരുന്നു അത്. ഹൈദരാബാദ്, തിരുവിതാംകൂർ, കൊച്ചി എന്നൊക്കെ പറയുന്നത് പോലെ സ്വതന്ത്രമാകുമ്പോൾ കലാത്ത് എന്നായിരുന്നു ഈ നാട്ടുരാജ്യത്തിൻ്റെ പേര്. അത് 1947 ഇന്ത്യയും പാകിസ്ഥാനും സ്വതന്ത്രമാവുമ്പോൾ ബ്രിട്ടൻ കലാത്തിലെ ഖാനുമായിട്ട് ഒരു ഉടമ്പടി
മറ്റേ അവിടുത്തെ നാടുവാഴിയുമായിട്ട് ഇൻസ്ട്രുമെന്റ് ഓഫ് ആക്സഷൻ. കലാത്ത് സ്വതന്ത്ര നാട്ടുരാജ്യമായി അത് എന്ന് പറഞ്ഞാൽ അത് സ്വതന്ത്ര രാജ്യമായിരുന്നു. പാകിസ്ഥാൻ രാജ്യമാവുമ്പോൾ കലാത്ത് എന്ന് പറയുന്നത് സ്വതന്ത്ര രാജ്യമാണ്. അങ്ങനെ സ്വതന്ത്ര രാജ്യമായിരുന്ന കലാത്തിന് പിന്നെ സമ്മർദ്ദം വഴി പാകിസ്ഥാൻ പിടിച്ചെടുക്കുക. അതെ, അതുകൊണ്ട് അവിടെ 1948, 1958, 1962, 1973 മുതൽ 1977 വരെ കലാപങ്ങൾ നടന്നിരുന്നു. അതാണ് അതിന്റെ ബേസ് അല്ലേ? അപ്പൊ 2009 മുതൽ പാകിസ്ഥാൻ അവിടെ ആക്രമണങ്ങൾ നിരന്തരം ആക്രമണങ്ങൾ 2009 മുതൽ നടത്തുന്നുണ്ട്. അപ്പോൾ സ്വതന്ത്ര രാജ്യമായിരുന്ന കലാത്തിനെ സമ്മർദ്ദം ചെലുത്തി. അയാൾ ബ്രീഫ്ലി കലാത്തിലെ ഖാൻ ഇന്ത്യയുമായിട്ടും ചേരാനായിട്ട് ആഗ്രഹിച്ചിരുന്നു. അത് പക്ഷെ ജുനഗഡൊക്കെ ചേരാമെന്ന് വിചാരിച്ചിരുന്ന പോലെയോ ഹൈദരാബാദ് ചേരാമെന്ന് വിചാരിച്ചിരുന്ന പോലെയോ ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്ക് വേറെ സ്ഥലങ്ങളൊന്നും ഇല്ലല്ലോ യോജിപ്പിക്കുന്നത്. വേറെ എവിടെയോ കിടക്കുന്നൊരു സ്ഥലം നമ്മളുമായിട്ട് ചേരുന്നു എന്നേ വരുള്ളൂ. അപ്പോൾ പാകിസ്ഥാനുമായിട്ട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമായിരുന്നത് കൊണ്ടാണ് കലാത്ത് പാകിസ്ഥാന് തന്നെ പിന്നീട് പിടിച്ചെടുക്കാൻ പറ്റിയത്. അന്നത്തെ ഒരു ഖാന്റെ മേൽ വലിയ സമ്മർദ്ദം ചെലുത്തിയിട്ടാണ് ഇന്നത്തെ ബലൂചിസ്ഥാൻ പാകിസ്ഥാന്റെ ഭാഗമായത്. അതും ചിലപ്പോൾ സൽമാൻ ഖാന്റെ ഓർമ്മയിൽ. ഇന്ന് മറ്റൊരു ഖാൻ ഇന്ത്യൻ ഖാൻ അല്ലെ, ഇന്ത്യൻ കലാകാരന്മാർക്ക് ആദരണീയനായ, ഇന്ത്യയിലെ കലാസ്നേഹികൾക്ക് ആദരണീയനായ അഭിമാനമായ ഒരു ഖാൻ ബലൂജികൾക്കൊരു വഴി കാണിച്ചു കൊടുക്കുന്നു. മക്കളെ, ബലൂചിസ്ഥാൻ വേറെ, പാകിസ്ഥാൻ വേറെ, നിങ്ങളിപ്പോൾ വേണമെങ്കിൽ കൊടി പിടിച്ചോ, ഞങ്ങളുണ്ട് കൂടെ എന്ന് ഇന്ത്യൻ ആർട്ടിസ്റ്റുകൾക്ക് വേണ്ടി, ഇന്ത്യൻ ദേശീയതയ്ക്ക് വേണ്ടി പറഞ്ഞു എന്നാണ് അതിൻ്റെ അർത്ഥം. ഗംഭീരമാണ് സൽമാൻ ഖാൻ്റെ ആ പ്രകടനം എന്ന് വേണം നമുക്ക് പറയാൻ. ഏതായാലും അതിൻ്റെ എല്ലാ അർത്ഥത്തിലും എടുക്കാൻ ബലൂജികൾക്ക് കഴിയട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ഓക്കെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.